കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഗാന്ധിനഗർ KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് വിദ്യാർത്ഥി ഈ ഷോക്കേറ്റ് മരിച്ച സംഭവം ഉണ്ടാകുന്നത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുള്ളത്. കുറ്റിക്കാട്ടൂരിലെ 19 വയസ്സുകാരനായ റിജാസ് ആണ് മരിച്ചിരുന്നത്. മഴ കാരണം കടമുറിയിൽ കയറി നിൽക്കുകയായിരുന്നു. ആ സമയത്ത് കടമുറിയിൽ നിന്നും ഷോക്കേൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട KSEB ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉയർന്നു വന്നിരുന്നു. കടയുടമസ്ഥൻ നേരത്തെ തന്നെ KSEBയിൽ ഇത്തരത്തിൽ ഇവിടെ ഷോക്ക് ഉണ്ട് എന്നൊരു കാര്യം പരാതി നൽകിയിരുന്നു എന്നും KSEB ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിക്കുവാൻ അവിടെ എത്തുകയും പിന്നീട് പരാതി രജിസ്റ്റർ ചെയ്തതായി പറഞ്ഞ് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ വലിയൊരു ആരോപണമാണ് ഉയർന്നു വന്നിരുന്നത്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വലിയൊരു രീതിയിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് എടുത്തിട്ടുള്ളത്. 15 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ K. ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. കേസ് ഈ മാസം 25-ന് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അനിൽ നമ്പ്യാർ. നന്ദി ദിസ്ന. അതേസമയം സംഭവത്തിൽ ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു. 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ടിൻഡു ദാസ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. ടിൻഡു, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ഇരുചക്ര വാഹനം കേടാതിനെ തുടർന്ന് ഷെഡിലേക്ക് കയറി നിന്ന് ഇലക്ട്രിക് ഷോക്ക് അടിച്ച് മരിച്ച പൂവാട്ടുപറമ്പ് സ്വദേശി മുഹമ്മദ് റിസ്വാന്റെ കുടുംബത്തിന് അടിയന്തരമായിട്ട് 5 ലക്ഷം രൂപ ധനസഹായം നൽകാനാണ് ഇപ്പോൾ വകുപ്പ് മന്ത്രിയുടെ തീരുമാനം. ഈ റിപ്പോർട്ട് സമർപ്പിച്ചത് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ 5 ലക്ഷം രൂപ നിലവിൽ അടിയന്തരമായിട്ട് നൽകണം. അന്തിമ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് പോകുമെന്നാണ് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇത്തരത്തിൽ KSEBയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തന്നെ വൈദ്യുത വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. വയറ് ലീക്കേജ് ആയതാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാൻ കാരണമെന്നാണ് പ്രഥമ ദൃഷ്ട്യാ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് സഹായം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അന്തിമ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം കൂടുതൽ വിദഗ്ധാഭിപ്രായം തേടിയതിനു ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. അനിൽ നമ്പ്യാർ.